ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ചില സ്ഥലങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ് കാണുന്നത്. 7-ാം വാക്യം നമ്മൾ വായിക്കുന്നു. ഒരു കർത്തൃദിവസം വിശുദ്ധ കുർബാന അപ്പനുറുക്കൽ അടുപ്പിലാക്കിയ ശേഷം അപ്പോഴേക്കും ആ കാലമായപ്പോഴത്തേക്കും എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതി അപ്പോസ്തലിക കാലത്ത് നടപ്പിലായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വന്തം ക്ഷീണം അവഗണിച്ചും അജഗണത്തിന് ആത്മീയമായ ഭക്ഷണം നൽകുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് രാത്രി പോകുന്നതിൻ്റെ തലേദിവസം രാത്രി ദീർഘമായൊരു പ്രസംഗം ഒരു മാളികയിൽ വെച്ച് അവിടെ നടത്തുന്നു. അങ്ങനെ നേരം കുറേ വൈകിയപ്പോൾ ആ 3-ാം നിലയിലിരുന്ന യൗത്തിക്കോസ് എന്ന് പറയുന്ന ഒരു യുവാവ് ഉറക്കം തൂങ്ങി താഴെ വീണ് അവൻ മരിച്ചുപോയി. മരിച്ചവനായി എടുക്കപ്പെട്ട യൗത്തിക്കോസിനെ വിശുദ്ധ പൗലോസ് അവിടെ ഉയർപ്പിക്കുകയാണ്. പത്രോസ് ശ്ലീഹ തബീതായെ ഉയർപ്പിച്ചതുപോലെ ആദിമസഭയിൽ അപ്രകാരമുള്ള വലിയ പരിശുദ്ധാത്മ പ്രവർത്തനം നടന്നിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 13 മുതൽ 16 വരെ വീണ്ടും അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ്. 17 മുതൽ 36 വരെയുള്ള വിശുദ്ധ പൗലോസിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ്. വിടവാങ്ങൽ പ്രസംഗം ദൈവിക ശുശ്രൂഷകർക്ക്, പ്രത്യേകിച്ച് വൈദികർക്കും സഭാപ്രവർത്തകർക്കും ഒരു വലിയ ആധാരരേഖയായി കണക്കാക്കാവുന്നതാണ്. ഒരു സഭാപ്രവർത്തകൻ്റെ സ്വഭാവത്തിൻ്റെ കണ്ണാടിയാണിത്. ഇത് എഫേസ്യോസിലെ വൈദികരോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനമാണ്. ദൈവികമായ സേവനം അഥവാ സഭാപ്രവർത്തനം എങ്ങനെ നിർവഹിക്കണമെന്നുള്ളത്, അത് അധികാരത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ ശബ്ദമല്ല. പ്രത്യുത കഷ്ടത അനുഭവിച്ചും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചും വിനയാനീതനായും പ്രവർത്തിക്കുക. ജനസേവനം ദൈവസേവനമായി കണക്കാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ളതും. 27-ാം വാക്യത്തിലും ഇതിൻ്റെ ആവർത്തനം നമുക്ക് കാണാം. പിതാവിൽ നിന്ന് ഞാൻ കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം പൗലോസ് അവിടെ പ്രസ്താവിക്കുകയാണ്. 24-ാം അധ്യായം സഭാപ്രവർത്തകൻ്റെ ഉദ്ദേശം ഓട്ടം ഇത് തികയ്ക്കണം, അഥവാ ഏൽപ്പിച്ച ജോലി വിളിക്കനുസരണമായി വിജയകരമായി പൂർത്തിയാക്കണം. 2 ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായി ജീവിക്കണം. യഥാർത്ഥ സാക്ഷി കേട്ടറിഞ്ഞവനല്ല, കണ്ടും അനുഭവിച്ചും ജീവിക്കുന്നവനാണ്. അവനെയാണ് സാക്ഷി എന്ന് പറയാൻ സാധിക്കുന്നത്. അനുഭവമാണ് സാക്ഷ്യം, അല്ലാതെ കേട്ടറിഞ്ഞതല്ല. 3-ാമത് പറയുന്നു, സ്വന്തം ജീവിതത്തിനു വേണ്ടി സമയത്തിനൊത്ത് നിറം മാറാതെ കാലുമാറാത്തവനായിരിക്കണം. സഭയെ ഭരിക്കുകയല്ല, സത്യത്തിൽ നിലയുറപ്പിച്ച് കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുക എന്നതായിരിക്കണം ആ ശുശ്രൂഷകൻ്റെ ദൗത്യം. ഞാൻ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി വിശ്രമലേശമെന്നെ ചെയ്തുവെന്ന് കൃതാർത്ഥമായി പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ കർത്തൃ ശുശ്രൂഷ പൂർണ്ണമായി എന്ന് ഏതൊരു വ്യക്തിക്കും പറയാൻ സാധിക്കുകയുള്ളൂ. വൈദികരോടുള്ള അല്ലെങ്കിൽ അന്നത്തെ സഭാ ശുശ്രൂഷകരോടുള്ള വലിയ ഒരു ഉപദേശമാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 34-ാം വാക്യത്തിലെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് അദ്ദേഹം പറയുന്നു.
ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കണം. അങ്ങനെ അനുകരിച്ചവന് മാത്രമേ അങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് സഭാ നേതൃത്വത്തിലുള്ള എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടതാണ്. 35-ാം വാക്യത്തിൽ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതിലാണ് ഭാഗ്യം എന്ന് കർത്താവ് പറഞ്ഞത് തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. 36 നമുക്ക് പിന്നെ അവസാനം കാണുന്നത് അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ അവസാന ഭാഗമാണ്. ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. ഇനി അദ്ദേഹം അവിടേക്ക് പിന്നീട് തിരിച്ചു വരുന്നുമില്ല. ആ ദേശത്ത് നിന്ന് അവസാനമായി അദ്ദേഹം യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യഹൂദന്മാരുടെ പ്രാർത്ഥന 4 രീതിയിലാണ് അവർ നടത്തിയിരുന്നത്. ഒന്ന്, അവരെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഉദാഹരണം 1 ശമൂവേൽ 1:26, ലൂക്കോസ് 18:11 വാക്യങ്ങൾ വായിക്കുക. 2, അവർ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. യേശയ്യാ 45:23, അപ്പോസ്തലപ്രവൃത്തികൾ 7:60, എഫേസ്യർ 3:14 മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നതിന്. 3, കുമ്പിട്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പുറപ്പാട് 34:8, മത്തായി 26:39. 4, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നു. സങ്കീർത്തനം 28:2, 134:2, യേശയ്യാ 1:15. ഇവിടെ എങ്ങും പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് നമുക്കൊരിക്കലും കാണാൻ സാധിക്കുന്നില്ല. അതായത് നിന്നുകൊണ്ട്, മുട്ടുകുത്തിക്കൊണ്ട്, കുമ്പിട്ട് നമസ്കരിച്ചുകൊണ്ട്, കൈകൾ ഉയർത്തി, ഈ 4 രീതിയിലായിരുന്നു യഹൂദന്മാർ ഓരോ സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നത്. ആ രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുറിയാനി സഭയിൽ കുമ്പിട്ട് നമസ്കരിക്കുക എന്നുള്ളത് അപ്പോസ്തോലിക കാലം മുതലുള്ള ഒരു വലിയ പതിവാണ്. അതിന്ന് സഭയിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വളരെ ഇന്നത്തെ ദേറാകളിലും സന്യാസ സമൂഹങ്ങളിലും മാത്രമായി അത് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മളിന്ന് കൂടുതൽ സമയവും കൂടുതൽ ആളുകളും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതി, അത് ആധുനിക കാലത്തുണ്ടായ ഒരു രീതിയാണ്. പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. കൗമ നമസ്കാരം, ഖുമോ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക, നിൽക്കുക എന്നാണ് അർത്ഥം. നമ്മൾ കൗമ നമസ്കാരമൊക്കെ എപ്പോഴും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് സഭയുടെ രീതി. പിന്നെ തീരെ നിൽക്കാൻ മേലാത്തവർ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തെറ്റാണെന്നോ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലെന്നോ അർത്ഥമില്ല. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാം, കുമ്പിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കാം. ഇതൊക്കെ നമുക്ക് അനുകരിക്കാവുന്നതാണ്. അതുപോലെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവരും വളരെ ഒരു കരച്ചിലോടുകൂടി അദ്ദേഹത്തെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്ര അയക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് അവരുമായിട്ടുള്ള വലിയ ഒരു ആത്മബന്ധം, താൻ ശുശ്രൂഷിച്ച ജനവും താനുമായുള്ള വലിയ ആത്മബന്ധം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 20-ാം അധ്യായം പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ മരിച്ചുപോയ യൗത്തിക്കോസിനെ ഉയർപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തെ ഏകദേശം 3 വർഷത്തോളം അവിടെ താമസിച്ച് വലിയ ശുശ്രൂഷ ചെയ്തതിന് ശേഷം ആ സ്ഥലത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോഴുള്ള ആ വലിയ അനുഭവമാണ് ഈ 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ നമുക്കും നമ്മളായിരിക്കുന്നതായ തലങ്ങളിൽ എല്ലാവർക്കും സുവിശേഷ പ്രസംഗം നടത്താൻ സാധിക്കുകയില്ല. ജീവിതം തന്നെയാണ് യഥാർത്ഥ സുവിശേഷം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതിനെല്ലാത്തിനും ഉപരിയായി ദൈവസന്നിധിയിലുള്ള നമ്മുടെ മനസ്സ്, മനോഭാവം, സമർപ്പണം,
അതെന്താണെന്നുള്ളതാണ് ദൈവം എപ്പോഴും നോക്കുക. അതനുസരിച്ച് പൂർണ്ണമായ ഒരു സമർപ്പണത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം 20-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ അവസരങ്ങളും എല്ലാ ശക്തികളും തന്ന് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.